സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അതാ രോമത്തോടുകൂടി രോമം ചേരുവയാണ്, പക്ഷികളുടെ തൂവലിനോട് വന്നുകൊണ്ട് ചേരുവയാണ്, രക്തം രക്തത്തോട് വന്നുകൊണ്ട് ചേരുവയാണ്. ഓരോന്നിന്റെയും മാംസമിണ്ടം അതിൻ്റെതാകുന്ന മാംസത്തിലേക്ക് ശരീരത്തിലേക്ക് വന്നുകൊണ്ട് ചേരുവയാണ്. സുബ്ഹാനല്ലാഹ്. തലയില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഓരോന്നും നടന്നു വരുവയാണ്. പൂർവസ്ഥിതിയിലേക്ക് ഭംഗിയായി തല മാത്രമില്ലാതെ റൂഹൂതപ്പെട്ടുകൊണ്ട് കടന്നു വരുവയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് മയിൽ വരുവയാണ്, പ്രാവ് വരുവയാണ്, കോഴി വരുവയാണ്, കാക്ക വരുവയാണ്. ഓരോന്നും അതിൻ്റെതാകുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും തിരിച്ചു രൂപാന്തരപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും വിളിക്കുകയാണ്, കൈകളിൽ തല വെച്ചുകൊണ്ട് വിളിക്കുകയാണ്, തആലീൻ. ഓരോന്നും അതിൻ്റെതാകുന്ന തലയിലേക്ക് വന്നുകൊണ്ട് ചേരുവയാണ്. സുബ്ഹാനല്ലാഹ് വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു തന്ത്രജ്ഞനാണ്, അവൻ പ്രതാപശാലിയാണ്, അവൻ അറിവുള്ളവനാണ്. അവൻ ദുരമ്പിപ്പോയതിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ളവരാണ്. മരണാനന്തര ജീവിതത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മണ്ണോട് ചേർന്നതിന് ശേഷം ഒരു പുനർജീവനമുണ്ട്. ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചതാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യൻ മണ്ണോട് ചേർന്നാൽ അവനെ തിരിച്ചു കൊണ്ടുവരാനും പുനർജീവിപ്പിക്കുവാനും നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരുവാനും അല്ലാഹുക്ക് കഴിവുണ്ട്.